സ്വതന്ത്ര ഇന്ത്യ നിരവധി ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച വർഷമാണ് 1973. 1973 മൈസൂർ കർണാടകമായി പുനർനാമകരണം ചെയ്യപ്പെടുന്നത്. 1973 രാജ്യത്തെ കടുവകളെ സംരക്ഷിക്കുന്നതിനായി പ്രൊജക്ട് ടൈഗർ പദ്ധതി ഔദ്യോഗികമായി ലോഞ്ച് ചെയ്യുന്നത്. 1973 സ്വതന്ത്ര ജുഡീഷ്യറിയുടെ മേൽ ഇടുത്തിയായി മാറിക്കൊണ്ട് കീഴ്വഴക്കങ്ങൾ മറികടന്ന് താരതമ്യേന ജൂനിയർ ജഡ്ജിയായ എൻ റേയെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി നിയമിക്കുന്നത്. ഇതേ 1973 ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ രമേശ് ടെണ്ടുൽക്കർ ജനിക്കുന്നതും. എന്നാൽ ഇന്ത്യൻ ഭരണഘടനാ ചരിത്രം പരിശോധിക്കുമ്പോൾ, ഇന്ത്യൻ നീതിന്യായ ചരിത്രം പരിശോധിക്കുമ്പോൾ, ഇന്ത്യൻ നിയമചരിത്രം പരിശോധിക്കുമ്പോൾ പാർലമെന്ററി പരമാധികാരത്തിനുമേൽ കടിഞ്ഞാണിട്ടുകൊണ്ട് പാർലമെന്റിന്റെ ഭരണഘടനാ ഭേദഗതിക്കുള്ള അവകാശങ്ങൾക്കുമേലും നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി ഭരണഘടനയുടെ യഥാർത്ഥ കാവൽ ഭടനായി മാറുന്ന കാഴ്ചയും ഇതേ 1973 നമ്മൾ കണ്ടത്. പ്രഖ്യാതമായ കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള കേസിൽ 1973 ഏപ്രിൽ മാസം 24 68 ദിവസങ്ങളോളം നീണ്ടുനിന്ന സ്തോഭജനകമായ വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ 13 അംഗ ഭരണഘടനാ ബെഞ്ച് 703 പേജ് ദൈർഘ്യമുള്ള വിധി എഴുതി. 1973 കേശവാനന്ദ ഭാരതി കേസിന്റെ ചരിത്ര നാൾവഴികളാണ് ഇന്നത്തെ ചർച്ചയുടെ പ്രമേയം. എല്ലാവർക്കും സൈലം IAS സ്വാഗതം. വെൽക്കം ടു ബ്ലാക്ക് ടീ ആൻഡ് ബോൾഡ് വ്യൂസ് വിത്ത് അക്ഷയ്. ഇന്ത്യ ബ്രിട്ടീഷ് കോളനി ആയിരുന്ന കാലഘട്ടം. ഇന്ത്യയിലെ ജനതയ്ക്കായി നിയമങ്ങൾ നിർമ്മിക്കപ്പെട്ടിരുന്നത് ബ്രിട്ടീഷ് പാർലമെന്റിലാണ്. എന്നാൽ 1934 ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന ആവശ്യം മാനവേന്ദ്രനാഥ റോയ് എന്ന MN റോയ് ആദ്യമായി മുന്നോട്ട് വെക്കുന്നത്. അതിനുശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും എല്ലാം തന്നെ ഔദ്യോഗികമായി ഇന്ത്യക്ക് ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിൽ പോലും 1946 ക്യാബിനറ്റ് മിഷന്റെ ശുപാർശകളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി രൂപീകരിക്കപ്പെടുന്നത്. ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി രൂപീകരിച്ച കോൺസ്റ്റിറ്റ്യൂഷന്റെ ആമുഖം ആരംഭിക്കുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ having solemnly resolved to constitute India into sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity എന്നിങ്ങനെ നീളുന്ന നമ്മളുടെ പ്രിയാമ്പിളിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. that the constitution is a document consisting of the people's faith and aspirations. ഒരു വിഭാഗം ജനതയുടെ സ്വപ്നങ്ങൾ, ഒരു വിഭാഗം ജനതയുടെ ആഗ്രഹങ്ങളുടെ നിയമസംഹിതയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നത്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഒരിക്കൽ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ഒരു പരാമർശം നടത്തി. അതിപ്രകാരമായിരുന്നു that the constitution of India should not be so rigid in such a way that it cannot be changed in accordance with the changing needs of the people of India. രാജ്യ താല്പര്യത്തിനനുസരിച്ച് ഫ്ലെക്സിബിളായ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കണം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നത്. രാജ്യ താല്പര്യത്തിനനുസരിച്ച് മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കണം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നത്. അതിനപ്പുറത്തേക്കൊരു ദൃഢത ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നതായിരുന്നു ജവഹർലാൽ നെഹ്റുവിൻ്റെ വീക്ഷണം. എന്നാൽ ഇതിന് സമാനമായി ഭരണഘടനാ ശില്പിയായ ഡോക്ടർ BR അംബേദ്കർ, ദ ഗ്രേറ്റസ്റ്റ് ജീനിയസ് എവർ ബോൺ ഇൻ ഇന്ത്യ, അദ്ദേഹം പരാമർശിച്ചത് ഇങ്ങനെയാണ്: യു മേ ഹാവ് എ ഡിസാറ്റിസ്ഫാക്ഷൻ വിത്ത് ദ കോൺസ്റ്റിറ്റ്യൂഷൻ വിച്ച് ഐ ഹാവ് റിട്ടൺ. ഞാൻ എഴുതിയിട്ടുള്ള ഭരണഘടനയോട് നിങ്ങൾക്കൊരു ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരിക്കാം, നിങ്ങൾക്കൊരു അതൃപ്തി ഉണ്ടായിരിക്കാം. അങ്ങനെ ഒരു അതൃപ്തി ഒരു ജനകീയമായ അതൃപ്തിയാണെങ്കിൽ get 2/3 majority in both the houses of the parliament and change the provisions of the constitution. വിശാലമായ അതൃപ്തിയാണ് അതെങ്കിൽ, ഒരു ഭൂരിപക്ഷത്തിൻ്റെ അതൃപ്തിയാണ് അതെങ്കിൽ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും 3/2 ഭൂരിപക്ഷത്തോടെ നിങ്ങൾക്ക് ഭരണഘടന ഭേദഗതി ചെയ്യാം. ഈ 3/2 ഭൂരിപക്ഷം നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എങ്കിൽ ഒരിക്കലും അത് വിശാലമായ ഒരു ജനതയുടെ അതൃപ്തിയായി കാണാൻ സാധിക്കില്ല എന്നായിരുന്നു ഡോക്ടർ BR അംബേദ്കർ
ഭരണഘടനയുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവന. ഏതായാലും ഈ രണ്ട് വ്യൂ പോയിന്റിൽ നിന്നും ഒരു കാര്യം വളരെ വ്യക്തമാണ്, ദാറ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വാസ് അമെൻഡബിൾ. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വാസ് ഓൾവേസ് മോഡിഫയബിൾ. ഇന്ത്യൻ ഭരണഘടന ഒരു ഘട്ടത്തിൽ പോലും ഭേദഗതിക്ക് അതീതമായിരുന്നില്ല. ബട്ട് ഇഫ് ദ ക്വസ്റ്റ്യൻ ഇസ് ഹൗ, that was mentioned under article number 368 of the Indian Constitution. The title was the procedure for the amendment of the Constitution of India. Indian Constitution de bhagam 4 part 4 is titled as Directive Principle of State Policy. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റേറ്റിന് നൽകുന്ന ചില നിർദ്ദേശമാണ് ടു എസ്റ്റാബ്ലിഷ് എ വെൽഫെയർ സ്റ്റേറ്റ്. ഒരു ക്ഷേമരാഷ്ട്രം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഗവൺമെൻറ്റിന് നൽകുന്ന ചില നിർദ്ദേശങ്ങളാണ് ഭാഗം 4 പരാമർശിക്കപ്പെട്ടിരിക്കുന്നത്. ഭാഗം 4 രണ്ട് സുപ്രധാന അനുച്ഛേദങ്ങളാണ് ആർട്ടിക്കിൾ നമ്പർ 39 സബ് ക്ലോസ് ബി ആൻഡ് ആർട്ടിക്കിൾ നമ്പർ 39 സബ് ക്ലോസ് സി. ആർട്ടിക്കിൾ നമ്പർ 39 സബ് ക്ലോസ് ബി പരാമർശിക്കുന്നത് the distribution of material resources should be dealt with the purpose of common goodness. അതായത് ഭൂമി ഒരു മെറ്റീരിയൽ റിസോഴ്സാണ്. ഭൂമി സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ജനസമൂഹത്തിൻ്റെ നന്മയ്ക്കായി റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, വിതരണം ചെയ്യുക. So the Land Reform Acts would come under article number 39B of the Indian Constitution. എന്നാൽ അനുച്ഛേദം 39C പരാമർശിക്കുന്നത് that the economic system should operate in such a way that the wealth should not be concentrated in a particular segment. അതായത് നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും ധനം അല്ലെങ്കിൽ ഭൂസ്വത്ത് അല്ലെങ്കിൽ മറ്റ് മെറ്റീരിയൽ റിസോഴ്സസ് ഒരു കാരണവശാലും ഒരു പെർട്ടിക്കുലർ വിഭാഗത്തിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പാടില്ല. ആൻഡ് ഇത് സ്വാഭാവികമായും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആ കാലഘട്ടത്തിലെ ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു, ദാറ്റ് ദേ വിൽ അബോളിഷ് ദി ജമീന്ദാരി സിസ്റ്റം. ബീഹാർ ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളും ഭൂപരിഷ്കരണ നിയമങ്ങൾ പാസാക്കുകയും എന്നാൽ ഒരു വേളയിൽ പട്ന ഹൈക്കോടതി ഈ ഭൂപരിഷ്കരണ നിയമം ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ആൻഡ് വാട്ട് വാസ് ദ റീസൺ? ദ റീസൺ വാസ് ദാറ്റ് ദീസ് ലാൻഡ് റിഫോം ആക്ട്സ് were considered to be in violation of article number 14, article number 19 and article number 31 of the Indian Constitution. Article number 14 of the Indian Constitution ensures right to equality. സമത്വത്തിനുള്ള അവകാശത്തെ സംബന്ധിച്ചാണ് അനുച്ഛേദം 14 പരാമർശിക്കപ്പെട്ടിരുന്നത്. ഒരു ഭൂവുടമയായ എൻ്റെ പ്രോപ്പർട്ടി ഗവൺമെൻറ് ഏറ്റെടുക്കുകയും എൻ്റെ അയൽക്കാരൻ്റെ പ്രോപ്പർട്ടി ഗവൺമെൻറ് ഏറ്റെടുക്കാതിരിക്കുകയും ചെയ്യുന്നത് എൻ്റെ സമത്വത്തിനുള്ള അവകാശത്തിന് വിരുദ്ധമാണ് എന്ന് ആർഗ്യൂ ചെയ്ത് എന്ന് വാദിച്ചുകൊണ്ട് എനിക്ക് കോടതിയുടെ വാതിലുകൾ തട്ടാം. അനുച്ഛേദം 19(1)(f) പ്രകാരം ഐ വാസ് പ്രൊവൈഡഡ് വിത്ത് മൈ ഫ്രീഡം ടു അക്വയർ പ്രോപ്പർട്ടി ആസ് വെൽ as ടു മെയിൻറ്റെയിൻ പ്രോപ്പർട്ടി ആസ് വെൽ as ടു ഡിസ്പോസ് പ്രോപ്പർട്ടി. പ്രോപ്പർട്ടി വാങ്ങാനും പ്രോപ്പർട്ടി മെയിൻറ്റെയിൻ ചെയ്യാനും ആ പ്രോപ്പർട്ടി വിൽക്കുവാനും ഉള്ള എൻ്റെ സ്വാതന്ത്ര്യമാണ് അനുച്ഛേദം 19(1)(f) പ്രകാരം മൗലികാവകാശമായി സംരക്ഷിക്കപ്പെട്ടിരുന്നത്. അതേപോലെ തന്നെ അനുച്ഛേദം 31 സ്വത്തവകാശവുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ഭരണഘടനയിൽ പരാമർശിച്ചിരുന്നത്. അനുച്ഛേദം 31 പ്രകാരം ഗവൺമെൻറ്റിന് ഭൂമി ഏറ്റെടുക്കാം, പ്രോപ്പർട്ടി ഏറ്റെടുക്കാം, പക്ഷേ കൃത്യമായ കോമ്പൻസേഷൻ നൽകിക്കൊണ്ട്, നഷ്ടപരിഹാര തുക നൽകിക്കൊണ്ട് മാത്രമേ ഭൂമി ഏറ്റെടുക്കാൻ സാധിക്കൂ. ആൻഡ് ദ ഗവൺമെൻറ് വാസ് അൺഏബിൾ ടു provide compensation at that particular juncture when you consider the history of India, and that was the reason why the court has declared the abolition of zamindari as well as the Land Reform Acts as unconstitutional. സമാനമായ കാലഘട്ടത്തിലായിരുന്നു മദ്രാസ് ഗവൺമെൻറ് ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. ഈ എക്സിക്യൂട്ടീവ് ഓർഡറിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം SC/ST വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ സംവരണം ഏർപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. ആൻഡ് ദിസ് വാസ് ചലഞ്ച്ഡ് ഇൻ ദ സുപ്രീം കോർട്ട് ഇൻ ദ ഫേമസ് ചെമ്പകം ദൊരൈരാജൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് കേസ്. അനുച്ഛേദം 15 ലംഘനമാണ് ഈ എക്സിക്യൂട്ടീവ് ഉത്തരവ് എന്നുള്ളതായിരുന്നു ബ്രാഹ്മിൻ വനിതയായ ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെട്ട ചെമ്പകം ദൊരൈരാജൻ്റെ വാദം. ഏതായാലും സുപ്രീം കോടതി ഈ കേസ് വിശദമായി കേൾക്കുകയും സുപ്രീം കോടതി ഗവൺമെൻറ്റിൻ്റെ വേർഷൻ ചോദിക്കുകയും ചെയ്തു. ദ ഗവൺമെൻറ് ഓഫ് മദ്രാസ് സെഡ് that my lord, we were trying to implement article number 46 of the Indian Constitution. മാർഗനിർദ്ദേശക തത്വങ്ങളിൽ ഒന്നായ അനുച്ഛേദം 46 പരാമർശിച്ചിരിക്കുന്നത് SC/ST വിഭാഗം ഉൾപ്പെടെയുള്ള പിന്നാക്ക വിഭാഗങ്ങളുടെ ക്ഷേമത്തിനായി നിയമനിർമ്മാണം നടത്തുക എന്നുള്ളതാണ്. Madras government said we were trying to implement this directive principle of state policy
We were not trying to violate Article number 15 of the Indian Constitution. And the Supreme Court said that whenever there is a conflict between fundamental rights and DPSP, മൗലികാവകാശവും മാർഗനിർദ്ദേശക തത്വവും തമ്മിൽ ഒരു സംഘർഷമുണ്ടായാൽ the fundamental rights would always prevail over the directive principle of state policy. മൗലികാവകാശങ്ങൾ മാർഗനിർദ്ദേശക തത്വങ്ങൾക്ക് അതീതമായി നിലനിൽക്കും എന്ന് കോടതി പ്രസ്താവിക്കുകയുണ്ടായി. ജുഡീഷ്യറിയുടെ ഈ വിധിന്യായങ്ങൾ പാർലമെന്റ് മറികടക്കുന്നത് ഭരണഘടന ഭേദഗതി ചെയ്തുകൊണ്ടാണ്. ത്രൂ ദ ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ഓഫ് 1951, 1951 ഒന്നാം ഭരണഘടനാ ഭേദഗതി പ്രകാരം സുപ്രധാനമായ ചില മാറ്റങ്ങൾ പാർലമെന്റ് ഭരണഘടനയിൽ കൊണ്ടുവന്നു. അനുച്ഛേദം 15 പ്രകാരം the state shall not discriminate any citizens only on grounds of religion, race, caste, sex or place of birth. ജാതി, മതം, വർണ്ണം, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ മാത്രം അടിസ്ഥാനത്തിൽ സ്റ്റേറ്റ് പൗരന്മാർക്കിടയിൽ വിവേചനപരമായി പൗരന്മാരെ നോക്കിക്കാണാൻ പാടില്ല എന്നതായിരുന്നു അനുച്ഛേദം 15 പരാമർശിച്ചിരുന്നത്. ഇത് സ്വാഭാവികമായും റിസർവേഷൻ പോലെയുള്ള സംവരണ നടപടിക്രമങ്ങൾ ഒരുപക്ഷെ ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിക്കപ്പെടാനുള്ള കാരണമായി നിരീക്ഷിക്കപ്പെട്ടേക്കാം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അനുച്ഛേദം 15 ഒരു എക്സെപ്ഷനായി ആർട്ടിക്കിൾ നമ്പർ 15 സബ് ക്ലോസ് 4 വാസ് ഇൻസേർട്ടഡ് ത്രൂ ദ ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1951, വിച്ച് മീൻസ് അനുച്ഛേദം 15 സബ് ക്ലോസ് 4 പ്രകാരം സ്റ്റേറ്റിന് ഒരു അനുവാദം കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്നു ദാറ്റ് പിന്നാക്കം നിൽക്കുന്ന വിഭാഗക്കാർക്ക്, അതായത് SC വിഭാഗക്കാർക്ക്, ST വിഭാഗക്കാർക്ക്, മറ്റ് പിന്നാക്ക വിഭാഗക്കാർക്ക്, സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നാക്കം നിൽക്കുന്ന വിഭാഗക്കാർക്കായി ചില പ്രത്യേക പരിഗണനകൾ നൽകാം. അവരുടെ സംവരണ നിയമങ്ങൾ അനുച്ഛേദം 15 ലംഘനമായി കണക്കാക്കപ്പെടില്ല എന്നുള്ളതാണ് ഈ പറയുന്ന പരാമർശത്തിൻ്റെ ഇതിവൃത്തം. ഒന്നാം ഭരണഘടനാ ഭേദഗതി നിയമത്തിൻ്റെ മറ്റൊരു ഫീച്ചർ എന്നത് ആർട്ടിക്കിൾ 31A was inserted to the constitution as an exception to article 31 of the Indian Constitution. അനുച്ഛേദം 31 പ്രകാരം ഭൂമിയോ മറ്റ് സ്വത്തുവകകളോ ഗവൺമെൻറ് ഏറ്റെടുക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായ കോമ്പൻസേഷൻ നൽകണം എന്നതായിരുന്നു ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ പരാമർശിച്ചിരുന്നത്. എന്നാൽ അനുച്ഛേദം 31A പ്രകാരം ഭൂപരിഷ്കരണ നിയമങ്ങളിൽ അനുച്ഛേദം 14, 19, 31 എന്നിവ ലംഘിക്കപ്പെട്ടാൽ പോലും അത് ഭരണഘടനാ ലംഘനമായോ മൗലികാവകാശത്തിൻ്റെ ലംഘനമായോ കണക്കാക്കില്ല എന്നുകൂടി പരാമർശിച്ചു. ചുരുക്കം പറഞ്ഞാൽ ഭൂപരിഷ്കരണ നിയമങ്ങൾ പ്രാക്ടിക്കലാക്കുന്നതിനായി, എൻഫോഴ്സ് ചെയ്യുന്നതിനായി അനുച്ഛേദം 31A വാസ് ഇൻസേർട്ടഡ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഇതിനെല്ലാം അപ്പുറത്തേക്ക് ആർട്ടിക്കിൾ നമ്പർ 31B വാസ് ഇൻസേർട്ടഡ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, which has in effect created 9th schedule of the Indian Constitution. 9ാം പട്ടിക രൂപീകരിക്കുന്നു. 9ാം പട്ടികയുടെ പ്രത്യേകത, ഈ 9ാം പട്ടികയിൽ പ്ലേസ് ചെയ്യുന്ന ഒരു നിയമം ജുഡീഷ്യൽ റിവ്യൂവിന് അതീതമാണ് എന്നുള്ളതാണ്. which means a law, if it is placed in the 9th schedule of the Indian Constitution, would become beyond the power of the judicial review. സ്വാഭാവികമായും ഒന്നാം ഭരണഘടനാ ഭേദഗതി, പ്രത്യേകമായി അനുച്ഛേദം 31A, 31B എന്നീ വ്യവസ്ഥകളുടെ ഇൻസേർഷൻ was challenged in the Supreme Court in the famous Shankari Prasad versus Union of India case of 1951. ഇവിടെ സുപ്രീം കോടതി പ്രധാനമായും പരിഗണിച്ച ചോദ്യം ഒരു ഭരണഘടനാ ഭേദഗതി നിയമത്തിലൂടെ, അതായത് അനുച്ഛേദം 368 പ്രകാരം പാർലമെന്റ് പാസ്സാക്കുന്ന ഒരു ഭരണഘടനാ ഭേദഗതി നിയമത്തിലൂടെ മൗലികാവകാശങ്ങളെ മറികടക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളതാണ്. വിച്ച് മീൻസ് ഒന്നാം ഭരണഘടനാ ഭേദഗതി നിയമത്തിലൂടെ മൗലികാവകാശങ്ങളിൽ ഭേദഗതി കൊണ്ടുവരാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. Article number 13 of the Indian Constitution says any law that is in violation or in contravention to the fundamental rights shall be null and void. അനുച്ഛേദം 13 പരാമർശിക്കുന്നത് ഏതൊരു നിയമമാണെങ്കിലും അവ മൗലികാവകാശങ്ങൾക്ക് വിരുദ്ധമാണെങ്കിൽ നിലനിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. എന്നാൽ ലോ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? ലോ എന്നുള്ള വാക്കിൽ ഭരണഘടനാ ഭേദഗതി നിയമം കൂടി ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് സുപ്രീം കോടതി ഇവിടെ പരിശോധിക്കുന്നത്. ആൻഡ് അനുച്ഛേദം 13 തന്നെ ലോ ഇൻക്ലൂഡ്സ് ഓർഡിനൻസസ്, റൂൾസ്, റെഗുലേഷൻസ്, നോട്ടിഫിക്കേഷൻസ്, ബൈലോസ്, കസ്റ്റംസ് ഓർ യൂസേജസ് ആസ് വെൽ as the acts passed by the state legislature and the parliament എന്ന് പറയുമ്പോഴും
കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് എന്ന് പരാമർശിച്ചിട്ടില്ല. വിച്ച് മീൻസ് സുപ്രീം കോടതി ഒരു കൺക്ലൂഷനിലേക്ക് എത്തുകയാണ്, അനുച്ഛേദം 13 പ്രകാരം നിയമങ്ങൾ മൗലികാവകാശങ്ങളെ ലംഘിക്കാൻ പാടില്ല എന്ന് പറയുമ്പോഴും ആ നിയമങ്ങളുടെ കാറ്റഗറിയിൽ ഭരണഘടനാ ഭേദഗതി നിയമങ്ങൾ ഇല്ല. വിച്ച് മീൻസ് constitutional amendment can violate fundamental right, which means the first constitutional amendment act can violate fundamental right, abridge fundamental right or modify fundamental right, and thus ഒന്നാം ഭരണഘടനാ ഭേദഗതി നിയമവും അതേപോലെ തന്നെ അനുച്ഛേദം 31A, 31B as well as the 9th schedule of the Indian Constitution was declared constitutional by the Supreme Court in the famous Shankari Prasad versus Union of India case. ഇതിനു പിന്നാലെയാണ് പഞ്ചാബിൽ നിന്നുള്ള ഭൂവുടമയായ ഗോലഖ്നാഥ് സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. ഗോലഖ്നാഥിൻ്റെ ആശങ്കയും വ്യത്യസ്തമായിരുന്നില്ല. ഗോലഖ്നാഥ് പറയുന്നത് മൗലികാവകാശങ്ങളിൽ ഒന്നായ സ്വത്തവകാശം ഇവിടെയും ലംഘിക്കപ്പെട്ടിരിക്കുന്നു. അതായത് പഞ്ചാബിലെ ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ മൈ ഫണ്ടമെൻ്റൽ റൈറ്റ് ടു പ്രോപ്പർട്ടി വാസ് വയലേറ്റഡ് ആൻഡ് ദ സുപ്രീം കോർട്ട് ഹാസ് ടുക്ക് എ യു ടേൺ. ശങ്കരി പ്രസാദ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ അനുച്ഛേദം 368 പ്രകാരമുള്ള ഭരണഘടനാ ഭേദഗതി നിയമത്തിലൂടെ മൗലികാവകാശങ്ങളിൽ മോഡിഫിക്കേഷൻ കൊണ്ടുവരാം, മൗലികാവകാശങ്ങളെ വയലേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ സുപ്രീം കോടതി ഗോലഖ്നാഥ് കേസിലേക്ക് എത്തിയപ്പോൾ പറയുന്നു, അനുച്ഛേദം 368 പ്രകാരമുള്ള ഭരണഘടനാ ഭേദഗതി നിയമത്തിലൂടെയാണെങ്കിൽ പോലും മൗലികാവകാശങ്ങൾ വയലേറ്റ് ചെയ്യുവാനോ മോഡിഫൈ ചെയ്യുവാനോ കഴിയില്ല. ചുരുക്കി പറഞ്ഞാൽ ദ സുപ്രീം കോർട്ട് ഹാസ് കൺക്ലൂഡഡ് in the famous Golaknath versus State of Punjab case that the fundamental rights are unamendable. Fundamental rights are sacrosanct. Fundamental rights are beyond modification. കേന്ദ്ര സർക്കാരിന് വേണ്ടി കേസ് വാദിച്ച അറ്റോർണി ജനറൽ സുപ്രീം കോടതിയോട് ഒരു മറുചോദ്യം ചോദിക്കുന്നുണ്ട്. that under Article 368 of the Indian Constitution it is mentioned that the Parliament can amend the Constitution of India. സുപ്രീം കോടതി മറുപടിയായി പറയുന്നത്, look at the title of Article number 368. അനുച്ഛേദം 368 ശീർഷകം പരിശോധിക്കൂ. അനുച്ഛേദം 368 പരാമർശിച്ചിരിക്കുന്നത് അന്ന് ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് ദ പ്രൊസീജിയർ ഫോർ ദി അമെൻമെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടനാ ഭേദഗതിക്കുള്ള നടപടിക്രമം എന്നുള്ളതാണ് ടൈറ്റിൽ, മറിച്ച് ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള പാർലമെന്റിന്റെ അധികാരം എന്നല്ല. So what the Supreme Court has said was that frame a constituent assembly. ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിന് ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി അല്ലെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി രൂപീകരിക്കുക. The Parliament of India is entitled only for framing ordinary laws. പാർലമെൻറ്റ് സാധാരണ നിയമങ്ങൾ നിർമ്മിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള അവകാശം അർഹിക്കുന്നില്ല എന്നായിരുന്നു. ഗോലഖ്നാഥ് കേസിലെ വിധി സർക്കാരിനുള്ള തിരിച്ചടിയാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കിയ ഇന്ദിരാഗാന്ധി ഷി വാസ് നോട്ട് റെഡി ടു ടേക്ക് ഇറ്റ് ദാറ്റ് ലൈറ്റ്. ഇന്ദിരാഗാന്ധി ഈ വിധിയെ ഒട്ടും തന്നെ നിസാരവൽക്കരിക്കാൻ തയ്യാറായിരുന്നില്ല. ജനജീവിതം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യവാദം ഉന്നയിച്ചുകൊണ്ട് 1969 ഇതിന് പിന്നാലെയാണ് ഇന്ദിരാഗാന്ധി ഗവൺമെൻറ് 14ഓളം ബാങ്കുകൾ ദേശസാൽക്കരിക്കുന്നത് ത്രൂ ദ നാഷണലൈസേഷൻ ഓഫ് ദി ബാങ്ക്സ് ആക്ട്. But the Supreme Court has declared even the nationalization of banks unconstitutional. അതായത് കൃത്യമായ കോമ്പൻസേഷൻ നൽകുക വഴി മാത്രമാണ് ബാങ്കുകൾ ദേശസാൽക്കരിക്കാൻ കഴിയൂ എന്ന് സുപ്രീം കോടതി പ്രഖ്യാപിക്കുന്നു. 10 വർഷം കഴിഞ്ഞ് കാലാവധി പൂർത്തീകരിക്കുന്ന ബോണ്ടുകൾ കോമ്പൻസേഷനായി നൽകുന്നതിലൂടെ ബാങ്കുകൾ ദേശസാൽക്കരിക്കുന്നത് ആർട്ടിക്കിൾ നമ്പർ 14, ആർട്ടിക്കിൾ നമ്പർ 19, ആർട്ടിക്കിൾ നമ്പർ 31 വയലേഷൻ ആണ് എന്ന് സുപ്രീം കോടതി ഇവിടെയും പ്രഖ്യാപിച്ചു. ഇതിനു ശേഷമാണ് പ്രിവി പേഴ്സ് നിർത്തലാക്കാനുള്ള സർക്കാർ തല തീരുമാനവും സുപ്രീം കോടതി ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിക്കുന്നത്. 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പ്രകാരം നാട്ടുരാജ്യങ്ങൾക്ക് 3 ഓപ്ഷൻസ് ആണ് നൽകിയിരുന്നത്. ഒന്ന്, ഇന്ത്യയുമായി സംയോജിക്കാം, അല്ലെങ്കിൽ പാകിസ്ഥാനുമായി സംയോജിക്കാം, അല്ലെങ്കിൽ ദേ മേ സ്റ്റേ ഇൻഡിപെൻഡൻറ്റ്. സർദാർ വല്ലഭായ് പട്ടേൽ വളരെ സുപ്രധാനമായ പങ്കാണ് വഹിച്ചത്. മെജോറിറ്റി ഓഫ് ദ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് were unified with the Union of India. ഭൂരിഭാഗം നാട്ടുരാജ്യങ്ങളും ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായി.
ഇതിൻ്റെ ഭാഗമായി സർദാർ പട്ടേൽ നാട്ടുരാജ്യങ്ങളുടെ ഭരണാധികാരികൾക്ക് ചില വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ കൊട്ടാരങ്ങൾ ഉണ്ടാകാം, നിങ്ങൾക്ക് നിങ്ങളുടേതായ വൈരങ്ങൾ ഉണ്ടാകാം, രത്നങ്ങൾ ഉണ്ടാകാം, അതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ പക്കൽ സൂക്ഷിക്കാം. ഇതിനു പുറമെ നിങ്ങളുടെ നാട്ടുരാജ്യത്തിൽ നിന്നും ജനറേറ്റ് ചെയ്യുന്ന റവന്യൂവിൻ്റെ ഒരു വിഹിതം കൂടി ഒരു പ്രിവി പേഴ്സായി നിങ്ങളിലേക്ക് വർഷാവർഷം എത്തിക്കും. ഈ പ്രിവി പേഴ്സിലൂടെ ലഭിക്കുന്ന പണത്തിൻ്റെ കൂടി സഹായത്തോടെ നാട്ടുരാജ്യങ്ങളിലെ രാജാക്കന്മാർ അല്ലെങ്കിൽ ഭരണാധികാരികൾ തൻ്റെ ഗവൺമെൻറ്റിനെതിരെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന ആശങ്കയുടെ അഭ്യൂഹത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്ദിരാഗാന്ധി രാഷ്ട്രപതിയോട് ഓർഡിനൻസ് പുറപ്പെടുവിച്ചുകൊണ്ട് ഈ പ്രിവി പേഴ്സ് പൂർണ്ണമായും നിർത്തലാക്കാൻ ആവശ്യപ്പെടുന്നത്. ഈ ഓർഡിനൻസാണ് സുപ്രീം കോടതി ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിക്കുന്നത്. അങ്ങനെ വളരെ സങ്കീർണമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് അന്ന് രാജ്യം കടന്നുപോയത്. നിരന്തരമായ ജുഡീഷ്യൽ എക്സിക്യൂട്ടീവ് ടസിൽ ഹാസ് ക്രിയേറ്റഡ് എ കൈൻഡ് ഓഫ് ഫ്രിക്ഷൻ വിതിൻ ദ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓഫ് ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ജുഡീഷ്യറിയുടെ നിരന്തരമായ സർക്കാർ വിരുദ്ധ വിധിന്യായങ്ങൾ മറികടക്കുന്നതിനായി 1971 പാർലമെൻറ്റ് മറ്റൊരു ഭരണഘടനാ ഭേദഗതി നിയമം പാസാക്കി. 1971 24ാമത് ഭരണഘടനാ ഭേദഗതി നിയമപ്രകാരം ഒരു ഭരണഘടനാ ഭേദഗതി ബില്ല് പാർലമെൻറ്റിൻ്റെ ഇരുസഭകളും പാസാക്കി രാഷ്ട്രപതിയുടെ പക്കലെത്തിയാൽ രാഷ്ട്രപതിക്ക് മറ്റൊരു ഓപ്ഷൻ ഇല്ല, നിർബന്ധമായും അംഗീകരിക്കുക മാത്രമാണ് രാഷ്ട്രപതിക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യം. ഇൻ കേസ് ഇഫ് ദ പ്രസിഡന്റ് ഇസ് നോട്ട് വില്ലിംഗ് ടു പ്രൊവൈഡ് ദ കൺസെൻറ്റ്, റിസൈൻ. ദാറ്റ് വാസ് ദി ഓപ്ഷൻ പ്രൊവൈഡഡ് ഫോർ ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഒന്നാമതായി 24ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇൻസേർട്ട് ചെയ്ത പ്രൊവിഷൻ ഇതായിരുന്നു. ഈ ഭരണഘടനാ ഭേദഗതിയിലൂടെ രണ്ടാമതായി കൂട്ടിച്ചേർത്ത മറ്റൊരു പ്രൊവിഷൻ അനുച്ഛേദം 13 സബ് ക്ലോസ് 4 ആയിരുന്നു. അതായത് ശങ്കരി പ്രസാദ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ മൗലികാവകാശങ്ങൾ ഭരണഘടനാ ഭേദഗതി നിയമത്തിലൂടെ മോഡിഫൈ ചെയ്യാം അല്ലെങ്കിൽ റദ്ദ് ചെയ്യാം എന്ന് സുപ്രീം കോടതി പരാമർശിച്ചു. ഗോലക്നാഥ് കേസിൽ മൗലികാവകാശങ്ങൾ ഭരണഘടനാ ഭേദഗതി നിയമത്തിലൂടെ ആണെങ്കിൽ പോലും മോഡിഫൈ ചെയ്യാൻ പാടില്ല എന്ന് സുപ്രീം കോടതി പരാമർശിച്ചപ്പോൾ ഒരു ഭരണഘടനാ ഭേദഗതി നിയമത്തിലൂടെ തന്നെ മൗലികാവകാശങ്ങൾ പാർലമെൻറ്റിന് റദ്ദ് ചെയ്യാൻ സാധിക്കും എന്ന തരത്തിൽ ആർട്ടിക്കിൾ നമ്പർ 13 സബ് ക്ലോസ് 4 വാസ് ഇൻസേർട്ടഡ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ദാറ്റ് വാസ് ദ സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് ചേഞ്ച് ഇൻട്രൊഡ്യൂസ്ഡ് through the 24th Constitutional Amendment Act of 1971. And there was a third important change. Somebody has advised Indira Gandhi that the title of article number 368 is the procedure for the amendment of the Constitution. Indira Gandhi പറഞ്ഞു പേടിക്കേണ്ടതില്ല, we are going to amend article number 368 itself. അനുച്ഛേദം 368 തന്നെ നമ്മൾ ഭേദഗതി ചെയ്യാൻ പോകുന്നു. അനുച്ഛേദം 368ൻ്റെ ടൈറ്റിലിൽ നമ്മൾ മാറ്റം വരുത്താൻ പോകുന്നു. ആൻഡ് ദ ടൈറ്റിൽ ഓഫ് ആർട്ടിക്കിൾ നമ്പർ 368 ഹാസ് ചേഞ്ച്ഡ് to the power of the parliament to amend the constitution of India, which means now the power ultimately rests with the Parliament of India to amend the constitution. So that was the third change introduced through the 24th Constitutional Amendment Act of 1971. 25ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ 1971 പാർലമെന്റ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 31C കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആർട്ടിക്കിൾ 31C പ്രകാരം അനുച്ഛേദം 39B, 39C എന്നീ അനുച്ഛേദങ്ങളെ ആധാരമാക്കി നിർമ്മിക്കുന്ന നിയമങ്ങൾ അവ മൗലികാവകാശങ്ങളായ അനുച്ഛേദം 14, 19, 31 എന്നിവയുടെ ലംഘനത്തിൽ കലാശിക്കുന്നുവെങ്കിൽ പോലും that would not be declared unconstitutional, and those laws which gives effect for article number 39B as well as 39C would be beyond the doctrine of judicial review. ചുരുക്കി പറഞ്ഞാൽ രണ്ട് മാർഗനിർദ്ദേശക തത്വങ്ങൾ അനുച്ഛേദം 39B as well as 39C would become superior to three fundamental rights, that is article number 14, 19 as well as article number 31. അതേ വർഷം തന്നെ 1971 26ാമത് ഭരണഘടനാ ഭേദഗതി നിയമത്തിലൂടെ മുൻകാലത്ത് ഓർഡിനൻസിലൂടെ നിർത്തലാക്കിയിരുന്ന പ്രിവി പേഴ്സ് സംസ്കാരം ഭരണഘടനാ ഭേദഗതി നിയമത്തിലൂടെ തന്നെ പാർലമെന്റ് ഔദ്യോഗികമായി നിർത്തലാക്കുക കൂടി ചെയ്തു. ഇനി അങ്ങോട്ട് കേരളത്തിൻ്റെ കഥയാണ്. And the story of Kerala is significant in certain regards. ലോകത്തിൽ പല രാജ്യങ്ങളും തങ്ങൾ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളാണ് എന്ന് അവകാശപ്പെടുമെങ്കിൽ പോലും ആക്ച്വലി they are not.
പല രാജ്യങ്ങളും കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളാണ് എന്ന വാദം അംഗീകരിച്ചാൽ പോലും അവ വിപ്ലവങ്ങളുടെ അനന്തരഫലമായി വന്നിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് സ്വഭാവ സവിശേഷതകളാണ്. ഈ ഇടങ്ങളിൽ ഒന്നിൽ പോലും ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് നിലവിൽ വന്നിട്ടില്ല. ആൻഡ് ദാറ്റ് ഇസ് സംതിങ് വിച്ച് കംസ് ഇൻ ദ ക്രെഡിറ്റ് ലിസ്റ്റ് ഓഫ് ദി സ്റ്റേറ്റ് ഓഫ് കേരള ഇൻ ഇന്ത്യ. അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് കേരളത്തിൽ അധികാരത്തിൽ വരികയും സ്വാഭാവികമായും സോഷ്യലിസ്റ്റ് ആശയങ്ങൾ നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി കേരള ഭൂപരിഷ്കരണ നിയമം പാസാക്കുകയും ചെയ്തു. ഈ കേരള ഭൂപരിഷ്കരണ നിയമത്തിൽ കൃത്യമായി ഒരു ലാൻഡ് സീലിംഗ് ലിമിറ്റ് വ്യവസ്ഥ ചെയ്തിരുന്നു. അതായത് ഒരു കുടുംബത്തിന് തങ്ങളുടെ കൈവശം വയ്ക്കുവാൻ സാധിക്കുന്ന അല്ലെങ്കിൽ തങ്ങളുടെ പക്കൽ സൂക്ഷിക്കുവാൻ സാധിക്കുന്ന ഭൂമിയുടെ ഒരു പരിധി കൃത്യമായി നിശ്ചയിക്കപ്പെട്ടു. ആൻഡ് പിന്നീട് വന്നിട്ടുള്ള ഭേദഗതി, അതായത് കേരള നിയമസഭ കേരള ഭൂപരിഷ്കരണ നിയമത്തിൽ കൊണ്ടുവന്ന ഭേദഗതിയുടെ അടിസ്ഥാനത്തിൽ ദിസ് ലിമിറ്റ് വാസ് ഈവൻ എക്സ്റ്റെൻഡഡ് ടു ദ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അതായത് മതസ്ഥാപനങ്ങളാണെങ്കിൽ പോലും റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ പോലും ഒരു പരിധിക്കപ്പുറത്തേക്ക് ഭൂമി കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ ആ പരിധിക്ക് മുകളിലുള്ള ഭൂമി കോമ്പൻസേഷൻ ഇല്ലാതെ തന്നെ ഗവൺമെൻറ്റിന് ഏറ്റെടുക്കാമെന്നും ഭൂരഹിതർക്ക് വിതരണം ചെയ്യാമെന്നും ഉള്ള ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഭേദഗതി കേരള ഭൂപരിഷ്കരണ നിയമത്തിൽ കൊണ്ടുവരുന്നത്. ഈ ഭേദഗതി ചെയ്യപ്പെട്ട നിയമം ഭരണഘടനയുടെ 9ാം പട്ടികയിൽ നിക്ഷേപിച്ച് അത് ജുഡീഷ്യൽ റിവ്യൂവിനപ്പുറത്തേക്ക് സംരക്ഷിക്കുക എന്ന് കേന്ദ്ര ഗവൺമെൻറ്റിനോട് കേരള ഗവൺമെൻറ് ആവശ്യപ്പെടുകയും ദാറ്റ് വാസ് മെയ്ഡ് ഇഫക്റ്റീവ് ത്രൂ ദ 29th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1972. ആൻഡ് ഈ 29ാമത് ഭരണഘടനാ ഭേദഗതിയുടെ സാധുതയാണ് പിന്നീട് പ്രഖ്യാതമായ കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള കേസിലൂടെ സുപ്രീം കോടതിയിൽ ചലഞ്ച് ചെയ്യപ്പെടുന്നത്. കാസർഗോഡ് ജില്ലയിലെ ഇടനീർ മഠത്തിൻ്റെ അധിപതിയായിരുന്നു കേശവാനന്ദ ഭാരതി എന്ന സന്യാസി. കേശവാനന്ദ ഭാരതിയുടെ വക്കാലത്ത് ഏറ്റെടുത്ത നിയമപണ്ഡിതനായ നാനി പൽക്കിവാലയുടെ അഭിപ്രായത്തിൽ അനുച്ഛേദം 14, 19, 31 എന്നിവയുടെ ലംഘനത്തിനപ്പുറത്തേക്ക് അനുച്ഛേദം 26ൻ്റെ ലംഘനമായിരിക്കണം ഈ വിഷയത്തിൽ സുപ്രീം കോടതി പരിഗണിക്കേണ്ടത് എന്ന നിഗമനത്തിലേക്ക് ഇരുവിഭാഗക്കാരും, അതായത് നാനി പൽക്കിവാലയും കേശവാനന്ദ ഭാരതിയും ധാരണയായി. Article 25 to 28 in the Indian Constitution provides for the right to freedom of religion. അതിൽ അനുച്ഛേദം 26 പ്രത്യേകമായി മതവിഭാഗങ്ങൾക്ക്, അതായത് റിലീജിയസ് ഡിനോമിനേഷന് റിലീജിയസ് അഫയേഴ്സ് മാനേജ് ചെയ്യാനുള്ള മൗലികാവകാശമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഉദാഹരണമായി ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക, അതുപോലെ തന്നെ മതപരമായ ആചാരങ്ങൾ സംരക്ഷിക്കുക, അതുപോലെ തന്നെ മതത്തിൻ്റെ ഭാഗമായി ഇൻസ്റ്റിറ്റ്യൂഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്ത് പ്രോപ്പർട്ടികൾ വാങ്ങുക, വിൽക്കുക, അഡ്മിനിസ്റ്റർ ചെയ്യുക എന്നിങ്ങനെയുള്ള റിലീജിയസ് ഡിനോമിനേഷൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ് ആർട്ടിക്കിൾ നമ്പർ 26 പരാമർശിക്കുന്നത്. അപ്പോൾ മൂവബിൾ പ്രോപ്പർട്ടിയും ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയും മെയിൻറ്റെയിൻ ചെയ്യുകയും അഡ്മിനിസ്റ്റർ ചെയ്യുകയും ഒരു റിലീജിയസ് ഡിനോമിനേഷൻ്റെ അവകാശമാണെന്നിരിക്കെ ഗവൺമെൻറ് ഈ ഭൂമി ഏറ്റെടുക്കുവാൻ ഒരു ശ്രമം നടത്തിയാൽ അതിനെ ചലഞ്ച് ചെയ്യുക എന്നുള്ളതായിരുന്നു ഇവിടെ നാനി പൽക്കിവാല കണ്ട നിയമപരമായ സാധ്യത. ഏതായാലും ഈ വിഷയത്തിൽ പ്രഥമഗണനീയമായി സുപ്രീം കോടതി പരിഗണിക്കേണ്ടി വന്ന ചോദ്യം ഇതാണ്: ഈസ് ദ പാർലമെന്റ് സുപ്രീം ഇൻ മാറ്റേഴ്സ് ഓഫ് അമെൻമെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ? ബ്രിട്ടീഷ് പാർലമെന്ററി പരമാധികാരത്തിന് സമാനമായി ഭരണഘടനാ ഭേദഗതി വിഷയങ്ങളിൽ ഇന്ത്യൻ പാർലമെന്റ് നിയന്ത്രണങ്ങൾക്ക് അതീതമാണോ? And what was the reason for this question? The reason for this question was the presence of article number 368 in the original constitution. 1950 നിലവിൽ വന്ന ഭരണഘടനയിലെ അനുച്ഛേദം 368 വായിക്കുമ്പോൾ there was no explicit limitation on the constituent power of the parliament. And that was the reason for this ambiguity within the Constitution of India. പാർലമെന്ററി പരമാധികാരമാണ് ഇന്ത്യയിലും നിലനിൽക്കുന്നത് എന്ന് വാദിച്ച കേന്ദ്ര ഗവൺമെന്റിന് മറുപടിയായി നാനി പൽക്കിവാലയുടെ പക്കൽ മറു ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്നാമത്തെ ചോദ്യം: പാർലമെന്റിന്റെ ഭരണഘടനാ ഭേദഗതിക്കുള്ള അധികാരങ്ങൾ നിയന്ത്രണങ്ങൾക്ക് അതീതമാണെങ്കിൽ പാർലമെന്റിന് ഏത് വ്യവസ്ഥകളും ഭേദഗതി ചെയ്ത് ഒഴിവാക്കാൻ ഉള്ള അവകാശം ഭരണഘടന നൽകുന്നുവെങ്കിൽ ഓരോ വ്യവസ്ഥകളായി ഭേദഗതി ചെയ്തുകൊണ്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ലെസ് സ്റ്റേറ്റായി പാർലമെൻറ്റിന് ഇന്ത്യയെ വ്യവസ്ഥ ചെയ്യാൻ കഴിയുമോ? Can the Parliament of India take away the right to life of an individual, which is known as the heart and soul of the fundamental rights of the Indian Constitution?
Can the parliament give the power of the amendment of the constitution to the prime minister or the union council of ministers? 68 ദിവസത്തെ നീണ്ട വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ സുവ്യക്തമായൊരു കൺക്ലൂഷനിലേക്ക് സുപ്രീം കോടതി എത്തിച്ചേർന്നു that the parliament of India can amend the constitution. The Parliament of India can amend any provisions in the Indian constitution except the basic structure of the constitution of India. പാർലമെന്റിന് ഭരണഘടന ഭേദഗതി ചെയ്യാം, പാർലമെന്റിന് ഭരണഘടനയിലെ ഏത് വ്യവസ്ഥയും ഭേദഗതി ചെയ്യാം, പക്ഷേ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് കോട്ടം വരുത്തുന്ന തരത്തിൽ പാർലമെന്റ് യാതൊരു കാരണവശാലും പാർലമെന്റിന്റെ ഭരണഘടന ഭേദഗതിക്കുള്ള അവകാശം വിനിയോഗിക്കാൻ പാടില്ല. കാരണം പാർലമെന്റും നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ്. ബിക്കോസ് വി പ്രാക്ടീസ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസി. ഒരു ജനാധിപത്യ രീതിയിൽ ഗവൺമെന്റ് തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് ആ ഗവൺമെന്റ് നിയന്ത്രണങ്ങൾക്ക് അതീതമാണ് എന്ന് അർത്ഥമില്ല. ഗവൺമെന്റും കൃത്യമായ നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ് എന്ന് അടിവരയിട്ട് സുപ്രീം കോടതി കേശവാനന്ദ ഭാരതി കേസിൽ വിധി പറഞ്ഞതോടെ യഥാർത്ഥത്തിൽ വിജയിച്ചത് ജനാധിപത്യമാണ്. ബട്ട് ഇൻട്രസ്റ്റിംഗ്ലി, Keshavananda Bharati has lost the case. The constitutional validity of article number 31C was upheld. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായി കണ്ടുമുട്ടാം. ഗുഡ് ബൈ.